മതേതര രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയ വോട്ടർമാരെ, കേരള നിയമസഭയിലേക്ക് നടക്കുന്ന 17ാമത് തിരഞ്ഞെടുപ്പാണ് മറ്റന്നാൾ ഏപ്രിൽ മാസം 9-ാം തീയതി കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ പോളിംഗ് ബൂത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. ഈ കേരളത്തിലെ രാഷ്ട്രീയ യുദ്ധം, ഈ കേരളത്തിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസം, ആ ഒരു ദിവസത്തിന് മാത്രമേ ജനങ്ങൾക്ക് അവകാശമുള്ളൂ എന്നതാണ് കഴിഞ്ഞ കാലഘട്ടത്തിലെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ജനങ്ങൾക്കുള്ള അവകാശങ്ങൾ വിനിയോഗിക്കുവാൻ കിട്ടുന്ന ഓരോ 5 വർഷക്കാലവും വിവേകപൂർവം കരുതലോടുകൂടി അവരവർക്ക് കിട്ടുന്ന അവകാശത്തെ വിനിയോഗിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മളുടെ ജനാധിപത്യ ബോധ്യം വിനിയോഗിക്കുവാനുള്ള പ്രായോഗികമായ പരിജ്ഞാനം നമ്മൾ നേടേണ്ടതായിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്റെ സഹോദരീ സഹോദരന്മാരെ, എലത്തൂർ നിയോജക മണ്ഡലത്തിലേക്ക് ഞങ്ങളുടെ പ്രചരണ വാഹനം കടന്നു വരുമ്പോൾ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ഞങ്ങളുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി PK ശശീന്ദ്രൻ, അദ്ദേഹം ഉടനടി ഇവിടെ എത്തിച്ചേരും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വാഹനത്തെ അനുധാവനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ജനാബ് KA ജബ്ബാർ സാഹിബ്, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സമന്വിതരായ നേതാക്കന്മാരായ പ്രിയപ്പെട്ട KK ശംസുദ്ദീൻ, അതോടൊപ്പം തന്നെ NYC-യുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഗഫൂർ കടാമ്പുഴ, നാഷണലിസ്റ്റ് കിസാൻ സഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഷൈജു വട്ടക്കുളം, അതോടൊപ്പം തന്നെ ജില്ലാ പ്രാദേശിക നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രചരണ വാഹനത്തെ അനുധാവനം ചെയ്യുന്നുണ്ട്. ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയാണ്. ഞങ്ങളുടെ മുദ്രാവാക്യം നിങ്ങളിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നതിനും നമ്മൾ തമ്മിൽ ആശയവിനിമയം നടത്തുകയും സമ്മതിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു പ്രചരണം ആരംഭിക്കുന്നത്. എങ്കിൽ പ്രചരണത്തെ തടസ്സപ്പെടുത്തുന്നവരുടെ മനോനില, താറുമാറായി നിൽക്കുന്ന മനോനിലയാണ് ഈ പ്രചരണ വാഹനത്തെയും പ്രസംഗിക്കുന്നവരെയും തടസ്സപ്പെടുത്തുന്നത് വഴി ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ പരാജയഭൂതിയുടെ വിരളി പൂണ്ട രാഷ്ട്രീയത്തിന്റെ ദാസ്യമാണ് നിങ്ങൾ കാണിക്കുന്നത് എങ്കിൽ ജനങ്ങൾ നിങ്ങളെ തിരിച്ചറിയുക തന്നെ ചെയ്യും. നിങ്ങൾക്കുള്ള അനുഭവം ഇതോടുകൂടി പുറകോട്ട് പോകുന്ന രാഷ്ട്രീയ സ്ഥിതിയിലേക്ക് കടന്നു പോകും. ഒരാൾ പ്രസംഗിച്ചു നിൽക്കുമ്പോൾ തൊട്ടടുത്ത വാഹനം കൊണ്ട് നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ എതിരാളികൾ കാണിക്കുന്ന ഇത്തരം രാഷ്ട്രീയ തമ്മാടിത്തരം പ്രബുദ്ധമായ കേരളം, പ്രബുദ്ധരായ രാഷ്ട്രീയ കേരളം, ഈ പ്രദേശത്തെ സഹോദരി സഹോദരന്മാരും മാതാപിതാക്കളും തിരിച്ചറിയണമെന്നുള്ളതാണ് പറയുന്നത്. ഞങ്ങൾ ഇത്തരം ഗുണ്ടായുസവും രാഷ്ട്രീയ ദാസ്യവും ഇതൊന്നും ഞങ്ങളുടെ പ്രകൃതമല്ല, ഞങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യമല്ല. ഈ രാഷ്ട്രീയ പാരമ്പര്യം കടലാസവാദിയായ AK ശശീന്ദ്രൻ, മന്ത്രി ശശീന്ദ്രൻ, പൂച്ചക്കുട്ടി ശശീന്ദ്രൻ, പൂച്ചക്കുട്ടിയെ പ്രണയിക്കുന്നവൻ, മൃഗഭോഗി, ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കൈമുതലാക്കിക്കൊണ്ട് മ്ലേച്ഛതയുടെ രാഷ്ട്രീയം നടത്തുന്നവർക്ക് മാത്രമേ ഇത്തരം പ്രചരണ രീതികൾ അനുവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ. ഇത് രാഷ്ട്രീയമല്ല ചെയ്യുന്നതിനെ, ഇത് ഗുണ്ടായുസമാണ്. മന്ത്രി ശശീന്ദ്രന്റെ ഗുണ്ടായുസം അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാൽ മതി, അതിവിടെ പാസ്സാകില്ല. പറമ്പിൽ ബസാറിലെ ജനാധിപത്യ വിശ്വാസികൾ AK ശശീന്ദ്രന്റെ ഗുണ്ടായുസവും രാഷ്ട്രീയ അധികാരവും പൂച്ചക്കുട്ടിമാരുടെ അടുത്ത് മാത്രമേ നടത്തൂ. അതിനപ്പുറത്തേക്ക് നടത്തുവാനുള്ള രാഷ്ട്രീയ ആർജവം, രാഷ്ട്രീയ ബോധ്യം നിങ്ങൾക്കില്ല. നിങ്ങൾ ഈ നാട്ടിലെ അമ്മമാരെയും പെങ്ങന്മാരെയും രാത്രികാലങ്ങളിൽ ഫോൺ വിളിച്ചുകൊണ്ട് പൂച്ചക്കുട്ടിയോട് സംസാരിക്കുന്നത് പോലെ ലൈംഗിക ചമയിൽ സംസാരിച്ച പാരമ്പര്യത്തിന് ഉടമയാണ് മന്ത്രി ശശീന്ദ്രൻ. മന്ത്രി ശശീന്ദ്രന്റെ പരാജയ ഭീതിയാണ് ഇത്തരം തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിനെതിരെയൊന്നും ജനങ്ങളെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല, ഞങ്ങളെ തടസ്സപ്പെടുത്തുവാൻ കഴിയും. പക്ഷേ ജനാധിപത്യ ബോധ്യത്തിൽ നിൽക്കുന്ന, ജനാധിപത്യം കൈമുതലാക്കിയിട്ടുള്ളവർക്ക് ജനങ്ങളെ തോൽപ്പിക്കുവാൻ കഴിയുന്ന രാഷ്ട്രീയമല്ല, പരാന്നഭോജിയായ ഇന്ത്യക്കണ്ടി പാർട്ടിയായ
NCP എന്ന കടലാസ് സെക്രട്ടറിയുടെ പ്രിയങ്കരനായ AK ശശീന്ദ്രനോട് പറയുന്നു, നിങ്ങളുടെ പരാജയം നിർഭാഗ്യവശാൽ നിങ്ങൾ വിജയിച്ചാൽ പോലും 2 വർഷത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ട ഒരു രാഷ്ട്രീയ സ്ഥിതിയിലും പ്രായാധിക്യത്തിലുമാണ് നിങ്ങൾ നിൽക്കുന്നത്. ജനങ്ങളോടുള്ള വെല്ലുവിളിയാണിത്. കൂടുതലായ കാര്യത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയങ്കരായ ജനാധിപത്യ വിശ്വാസികളെ, ഞാൻ രാഷ്ട്രീയം പറയുമ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യം അത് തന്നെയാണ് എന്റെ നാട്ടിൽ നിന്നും കടന്നു പോകുന്നത്. വയോധികനായ 85 വയസ്സ് കഴിഞ്ഞ ഈ പ്രായാധിക്യം കൊണ്ട് ഡയപ്പർ ഉൾപ്പെടെ കെട്ടി നടക്കുന്ന, നിങ്ങൾക്ക് സ്വന്തമായി എണീറ്റ് നിൽക്കുവാൻ കഴിയാത്ത ഈ പടുവൃദ്ധന്റെ രാഷ്ട്രീയ ദാസ്യം ഇത് തിരിച്ചറിയണം. ഈ തിരിച്ചറിയുന്ന രാഷ്ട്രീയം പറമ്പിൽ ബസാറിലെ ജനാധിപത്യ വിശ്വാസികളെ കൊഞ്ഞനം കുത്തുകയാണ് AK ശശീന്ദ്രൻ ചെയ്യുന്നതും അവരെ പൊക്കിക്കൊണ്ട് നടക്കുന്നവർ ചെയ്യുന്നതും. ഇതൊരു മര്യാദയുടെ ഭാഗമല്ല. നിങ്ങൾ UDF സ്ഥാനാർത്ഥി സുന്ദരിയായ വിദ്യാ ബാലകൃഷ്ണനെ കണ്ടപ്പോൾ നിങ്ങൾ മേക്കപ്പുമാരെ കൂടെ കൊണ്ട് നടന്നുകൊണ്ട് AI സാങ്കേതിക വിദ്യ ഉയർത്തിക്കൊണ്ട് ഒരു പൗരുഷമായ മുഖഭാവങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മേക്കപ്പുമാരെ കൊണ്ട് നിങ്ങൾ ഇത്തരം പ്രായം കുറച്ചുകൊണ്ട് വിദ്യാ ബാലകൃഷ്ണനെ വശംവദയാക്കാമെന്നുള്ള ചിന്തയിലാണ് നിങ്ങളുടെ രാഷ്ട്രീയം നടത്തുന്നത്. അധമ രാഷ്ട്രീയത്തിന്റെയും ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ച് പാരമ്പര്യമുള്ള AK ശശീന്ദ്രനെ ഇതിനപ്പുറം ജനങ്ങൾ തിരിച്ചറിയില്ല. നിങ്ങളുടെ അധപ്പതനമാണ്, നിങ്ങളുടെ രാഷ്ട്രീയ പരാജയമാണ്. AK ശശീന്ദ്രൻ എടത്തൂർ മണ്ഡലത്തിൽ പരാജയപ്പെടുന്ന കഥ ചെയ്യും. ഞങ്ങളുടെ NCPയുടെ പാർട്ടി ക്ലോക്ക് ചിഹ്നം കഴിഞ്ഞ 15 വർഷക്കാലമായി ക്ലോക്ക് ചിഹ്നം നെഞ്ചിലേറ്റിയ പ്രദേശത്തുള്ള ജനങ്ങളുടെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ രാഷ്ട്രീയം പറയുമ്പോൾ ധാർമ്മികതയുടെ രാഷ്ട്രീയമാണ്, മൊറാലിറ്റിയുടെ രാഷ്ട്രീയമാണ്, പൂച്ചക്കുട്ടിയുടെ രാഷ്ട്രീയമല്ല ഞങ്ങൾ പറയുന്നത്. പ്രായാധിക്യം കൊണ്ട് 85ന്റെ നിറവിൽ നിൽക്കുന്ന AK ശശീന്ദ്രന്റെ അധാർമികതയ്ക്കെതിരെയും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന പ്രകൃതത്തിനെതിരെയും ജനങ്ങൾ വിധി എഴുതും. നിങ്ങൾ തടസ്സപ്പെടുത്താമെങ്കിൽ തടസ്സപ്പെടുത്തിക്കോ. ജനങ്ങളുടെ ഹൃദയത്തിൽ 15 വർഷക്കാലം നിൽക്കുന്ന ക്ലോക്ക് ചിഹ്നത്തിൽ ഞങ്ങൾ ജനങ്ങളെ തിരിച്ചു വരുമ്പോൾ ജനങ്ങൾ കോടി വിളിക്കുന്ന AK ശശീന്ദ്രനെ കോടി വിളിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് എടത്തൂർ നിയോജകമണ്ഡലത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയങ്കരായ ജനാധിപത്യ വിശ്വാസികളെ, അമ്മവന്മാരെ, സ്ത്രീ സുരക്ഷ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സ്ത്രീലംബടനായ AK ശശീന്ദ്രനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി പൂച്ചക്കുട്ടിയെയും മൃഗങ്ങളെയും സ്നേഹിക്കുകയും മനുഷ്യരെ വെറുക്കുകയും ചെയ്യുന്ന AK ശശീന്ദ്രന് മറുപടിയാകണം. നാളെ കഴിഞ്ഞ 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പൂച്ചക്കുട്ടിയെ തോൽപ്പിക്കുകയും പകരം ജനാധിപത്യ ബോധ്യമുള്ള PK ശശീന്ദ്രൻ, ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിക്കുന്ന PK ശശീന്ദ്രനെ നിങ്ങളോട് വിലയേറിയ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ, നിങ്ങളുടെ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ എലത്തൂർ നിയോജക മണ്ഡലത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥി PK ശശീന്ദ്രനെ ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരം ധിക്കാരങ്ങളെ തുറന്നു കാണിക്കുവാൻ അവർ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയ മ്ലേച്ഛതയുടെ, അധാർമികതയുടെ, അധമന്മാരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അറുതി വരുത്തുവാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഏവർക്കും എന്റെ അഭിവാദ്യം.